ഹായ്. എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ, അതായത് ട്രയൽ ബാലൻസിൽ നിന്ന് എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ ഒരു +2 റേഞ്ചുള്ള വ്യക്തികൾക്ക് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. +2 ഈവൻ ഡിഗ്രിക്ക് എത്രയും സിമ്പിൾ ഉള്ളതുണ്ടാവുമെന്ന് അറിയില്ല. +2 ഞാൻ ഒരുപാട് +2ലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ട്സിൽ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ വരാറുണ്ട്. ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻസ് ആ സമയത്ത് അതൊക്കെ ചെയ്ത് ടീച്ചർമാരുടെ ഫ്രണ്ടിൽ ഒരു നല്ലൊരു അപ്രീസിയേഷൻ കിട്ടുക എന്നുള്ളത് ആ സമയത്ത് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് ആ സമയത്തൊക്കെ അത് ടാലി ആക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. മെജോറിറ്റി സിറ്റുവേഷനിലും ടാലി ആകാറില്ല. പക്ഷേ കുറച്ച് ഫിഗേഴ്സിൻ്റെ വ്യത്യാസം ഉണ്ടാകാറുള്ളൂ, പക്ഷേ ടാലി ആകാറില്ല. ഒരുപക്ഷെ ഇപ്പോൾ എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രയൽ ബാലൻസ് ഉപയോഗിച്ച് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രയൽ ബാലൻസിന് യൂസ് ചെയ്യാറില്ല. നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യണതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ഈസിയാണ്. പക്ഷേ മാനുവലായിട്ട്, അതായത് ബുക്ക് നമ്മൾ ട്രയൽ ബാലൻസ് ഫിസിക്കൽ കോപ്പിയിൽ നിന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ എന്ന സാധനം ഇപ്പോഴും റെയറായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ബേസിക്കലി ഞാൻ ചെയ്യാറില്ല, എൻ്റെ ജൂനിയേഴ്സായിരിക്കും ചെയ്യാം. അപ്പോൾ എൻ്റെ ജൂനിയേഴ്സിന് ഈ വർക്കൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരത് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അപ്പോൾ മാത്രമേ എനിക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ട്രയൽ ബാലൻസ് യൂസ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ത്രില്ലാണ്, എൻ്റെ ഒരു ഹാപ്പി ഒരു കാര്യമാണ്. നമ്മളായിട്ട് ഒരു ട്രയൽ ബാലൻസിൽ നിന്ന് അതിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് അത് ടാലി ചെയ്ത് കിട്ടുമ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം പോലെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ജൂനിയേഴ്സൊക്കെ വർക്ക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ കുറച്ച് പ്രാർത്ഥനയുണ്ട്, അവരിത് ടാലി ആക്കരുത്, എന്നോട് വന്നിട്ട് ഇതിൻ്റെ ഡൗട്ട് ചോദിക്കണമെന്ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നത് ട്രയൽ ബാലൻസിൽ നിന്നിട്ട് എങ്ങനെ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ട്രയൽ ബാലൻസിനെ എല്ലാവർക്കും അറിയാം. ട്രയൽ ബാലൻസ് പറഞ്ഞാൽ നമ്മുടെ എല്ലാ അക്കൗണ്ട്സിൻ്റെയും ക്ലോസിംഗ് ബാലൻസ് അതിലുണ്ടാവും. ക്ലോസിംഗ് ബാലൻസ് വെച്ചിട്ടുള്ളതായിരിക്കും ട്രയൽ ബാലൻസ് ഉണ്ടാകും. അതിന് ഡെബിറ്റും ഉണ്ടാകും, ക്രെഡിറ്റും ഉണ്ടാകും. ഓക്കെ, എല്ലാ അക്കൗണ്ട്സിൻ്റെയും ക്ലോസിംഗ് ബാലൻസ് ട്രയൽ ബാലൻസിൽ ഉണ്ടാവും. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് 2 അക്കൗണ്ടുകൾ മെയിനായിട്ട് ഉണ്ടാകുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബാലൻസ് ഷീറ്റും. ഇതിൽ ഡെബിറ്റ് ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോഫിറ്റ്, ഇവിടെ ഇൻകം, ഇവിടെ എക്സ്പെൻസ്. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഇവിടെ വരുന്ന സമയത്ത് ലയബിലിറ്റി, അസറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യാൻ പോകേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയൽ ബാലൻസിൽ നിൽക്കുന്ന ഓരോ അക്കൗണ്ടുകളിലും ഈ 2 ഇതിലായിട്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലേക്കായിട്ട് പറഞ്ഞു വേണം. ഓക്കെ, അതായത് ഇതിൽ ഡെബിറ്റ് ഉണ്ട്, ഇതിൽ ക്രെഡിറ്റ് ഉണ്ട്. ഇത് മൊത്തം അക്കൗണ്ട്സ് ഇവിടെ എത്തണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നമ്മുടെ മെയിനായിട്ടുള്ള പണി. അപ്പോൾ ഇതിൽ ഒബ്വിയസ്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഡെബിറ്റ്, അതായത് എക്സ്പെൻസ് ആയിട്ട് വരുന്ന സാധനങ്ങൾ എപ്പോഴും ഈ ഡെബിറ്റ് സൈഡിലുള്ളതായിരിക്കും. ഓക്കെ, ക്രെഡിറ്റ് ഇൻകം ആയിട്ട് വരുന്നത് നമ്മുടെ ക്രെഡിറ്റും ആയിരിക്കും. ഇത് നമുക്ക് ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയായിരിക്കാം. പിന്നെ ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ ലയബിലിറ്റി ആയിട്ട് വരുന്നത് ഇവിടുത്തെ ക്രെഡിറ്റ് ആയിരിക്കും, അസറ്റ് ആയിട്ട് വരുന്നത് ഇവിടെ ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഇത് P&Lലേക്ക് പോകും, ഇതിൽ ഏതൊക്കെ ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത് മാത്രമാണ് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും അക്കൗണ്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ തരംതിരിക്കുക. ഓക്കെ, ഓരോ അക്കൗണ്ട്സ് നോക്കിയതിന് ശേഷം ഇത് ബാലൻസ് ഷീറ്റിലേക്കാണ് പോകേണ്ടത്. ഒബ്വിയസ്ലി ഡെബിറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകേണ്ടതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് അറിയാൻ പറ്റും അത് എക്സ്പെൻസിലേക്കാണ്. ക്രെഡിറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാൻ പറ്റും അത് ഇൻകത്തിലേക്കാണ്. അപ്പോൾ ഈ ടോട്ടൽ അക്കൗണ്ട്സിൽ ഇത് ബാലൻസ് ഷീറ്റ് ഫിഗർ ലെജർ ആണോ അതോ P&L ഫിഗർ ലെജർ ആണോ എന്ന് അറിയുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു എഫേർട്ട്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രയൽ ബാലൻസ് ടാലി ആയതുകൊണ്ട് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്താലും നമ്മൾ എടുക്കുന്ന അക്കൗണ്ടൊക്കെ പ്രോപ്പറായി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്തായാലും ടാലി ആവും. ഓക്കെ, ഷുവറായിട്ടും ടാലി ആവും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ഈ ട്രയൽ ബാലൻസ് എടുക്കുക, ഓരോ അസറ്റ് ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ഏതാ വരിക, ഇത് ബാലൻസ് ഷീറ്റ് ആയിട്ട് വേണം. അപ്പോൾ ഈ ഇതെടുത്തിട്ട് ബാലൻസ് ഷീറ്റ് ആയിട്ട് പുട്ടണം. ഓക്കെ, അസറ്റിൽ പുട്ട് ചെയ്യും. ഇപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്, മീൻസ് ഐറ്റമാണ്. ആ സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇവിടെ ഇടേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ട്രയൽ ബാലൻസിൽ വരുന്ന എല്ലാ അക്കൗണ്ട്സുകളും നമ്മൾ തരംതിരിച്ചെടുക്കുക. ട്രയൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ചെയ്യാതെന്ന് പറഞ്ഞാൽ ഈ ട്രയൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വയ്ക്കും ഇത് ബാലൻസ് ഷീറ്റ് ഐറ്റം, ഇത് P&L ഐറ്റം, ഇത് ബാലൻസ് ഷീറ്റ് ഐറ്റം, ഇത് P&L ഐറ്റം. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ടോട്ടലി ആ ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസിൽ 2 സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് P&Lലേക്ക് പോകുന്നതും ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത് അസറ്റ്. പിന്നെ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റ് അറിയാം, ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇത് ഈസിയാണ്. ഡെബിറ്റ് വരുന്നിടത്ത് ഇവിടെ ഇടാം, ക്രെഡിറ്റ് വരുന്നിടത്ത് ഇൻകത്തിൽ ഇടാം, അത് ഈസിയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ബാലൻസ് ഷീറ്റിലും P&Lലും വരുന്ന ഒരേ ഫിഗർ പറഞ്ഞാൽ സ്റ്റോക്ക് ആയിരിക്കും. ഓക്കെ, സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലോസിംഗ് സ്റ്റോക്കിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അതൊരു
ട്രയൽ ബാലൻസിൽ ഉണ്ടാവില്ല, അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ട് നമുക്ക് താഴെ തരിക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കൊടുക്കുക. ഇൻ കേസ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കൊടുക്കുക. പിന്നെ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ട്രയൽ ബാലൻസ് എന്ന് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇതല്ലാതെ നമുക്ക് എക്സ്ട്രാ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ട് നമുക്ക് താഴെ തന്നിട്ടുണ്ടാവും. ഇന്നത് ചെയ്യണം, ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം, സാലറി പ്രൊവൈഡ് ചെയ്യണം, ഇന്നതിന് പ്രൊവിഷൻ വരണം. അപ്പോൾ അത് നമ്മൾ അവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന് ഡെബിറ്റ് ആസ്പെക്ട് പറയുന്നത് ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇടേണ്ടി വരും. ക്രെഡിറ്റ് ആസ്പെക്ട് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് രണ്ട് രീതി വേണം. ഒന്നിലേക്ക് നമുക്ക് ക്രെഡിറ്റ് വരുന്ന സമയത്ത് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ അസറ്റ് റെഡ്യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് അസറ്റ് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിക്സഡ് അസറ്റിൻ്റെ റെഡ്യൂസും ഡെബിറ്റ് എക്സ്പെൻസ് PNLക്ക് വിട്ടു, ക്രെഡിറ്റ് വരുന്നത് നമ്മൾ അസറ്റിൽ റിഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇതുപോലെ ഓരോ അക്കൗണ്ട്സ് ഇപ്പോൾ പ്രൊവിഷൻ വെക്കണം എന്നുണ്ടെങ്കിൽ സാലറിയുടെ പ്രൊവിഷൻ വെക്കണം എന്ന് പറയുന്ന സമയത്ത് ഡെബിറ്റ് എന്താ ചെയ്യുക, എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ആസ്പെക്ട് ബാലൻസ് ഷീറ്റിലേക്ക് ലയബിലിറ്റി ആയിട്ടും ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമുക്ക് ഈ ട്രയൽ ബാലൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമുക്ക് ട്രയൽ ബാലൻസ് യൂസ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ജൂനിയേഴ്സിനോട് പറയാം, ട്രയൽ ബാലൻസ് ടാലി ആണോ ചോദിക്കും, അതേ പറയും. എന്നിട്ട് എന്താ ബാലൻസ് ഷീറ്റ് ടാലി ആകാതെ ചോദിക്കും. ഓക്കെ, അങ്ങനെ ട്രയൽ ബാലൻസ് ടാലി ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ഷുവർ ആയിട്ടും ടാലി ആവും. ഓക്കെ, അത് ഒരിക്കലും ടാലി ആകാതിരിക്കില്ല. ഒരു ട്രയൽ ബാലൻസ് ടാലി ചെയ്തിട്ട് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ എന്തോ ചിന്തിക്കുന്നതിൽ വരുന്ന തെറ്റാണ്. ഓക്കെ, സിമ്പിളായിട്ട് ഇത്ര ചിന്തിച്ചാൽ മതി. ട്രയൽ ബാലൻസിൽ മൊത്തം ലെജേഴ്സിനെ തരംതിരിക്കുക. ബാലൻസ് ഷീറ്റ് ആയി ലെജർ ഏതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ലെജർ ഏതാണ്, അത് തരംതിരിച്ചതിന് ശേഷം ഓരോന്നായിട്ട് അതിലേക്കായിട്ട് പോസ്റ്റ് ചെയ്ത് വിടാം. ഓക്കെ, PNL ഡെബിറ്റിലേക്കും ക്രെഡിറ്റിലേക്കും അല്ലെങ്കിൽ എക്സ്പെൻസിലേക്കും ഇൻകത്തിലേക്കും ഇടുക. ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ ലയബിലിറ്റി. ഇതിങ്ങനെ നമ്മൾ ഇവിടെ നിർത്ത്, അതായത് സിംപ്ലി നമ്മൾ ചിന്ത പറഞ്ഞാൽ അടുക്കി വെക്കുന്നതിൽ മാറ്റം വരുത്തണം. അപ്പം മാറ്റേ വരില്ല. ഓക്കെ, ഇവിടുത്തെ എടുത്തുകൊണ്ട് ഇവിടെ കുറച്ച് വയ്ക്കുന്നു, ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ കുറച്ച് വയ്ക്കുന്നു, ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ വയ്ക്കുന്നു, ഇവിടെ വയ്ക്കുന്നു, ഇവിടെ വയ്ക്കുന്നു, ഇത്രയും ചെയ്യണം. അപ്പോൾ എങ്ങനെ എടുത്ത് ഇങ്ങോട്ട് വെച്ചാലും ഇവിടെ ഉള്ളൊക്കെ അവിടെ എത്തണം. അപ്പോൾ ഇത് ടാലി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് ടാലിയായി മാറും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണതിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നിങ്ങൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത് മാത്രം ചിന്തിച്ചിട്ട് ചെയ്യും.